നമസ്തേ. കൈലാസത്തിൽ വെച്ച് ഒരിക്കൽ ഉമാദേവി ശ്രീ പരമേശ്വരനോടായി പറഞ്ഞു, ഭഗവാനെ, നമുക്ക് കുറച്ചു കാലം പോയി ലോകത്ത് ഭൂമിയിൽ പോയി താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് പോയി താമസിച്ചാലോ എന്ന് ചോദിച്ചു. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ദേവിയോട് പറഞ്ഞു, ആയിക്കോട്ടെ ദേവി, നിൻ്റെ ഇച്ഛ പോലെ ആവട്ടെ. എന്തായാലും അവർ ഭൂമിയിൽ വന്നു. അവരോടൊപ്പം അവരുടെ വാഹനമായിരിക്കുന്ന നന്ദികേശ്വരനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ഗ്രാമത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയം ദേവി പാർവതിയെ ഋഷഭത്തിൻ്റെ പുറത്ത് അഥവാ നന്ദിയുടെ പുറത്തിരുത്തി ഭഗവാൻ ശ്രീ പരമേശ്വരൻ നടക്കുകയാണ് വഴിയിലൂടെ, ഗ്രാമവഴിയിലൂടെ. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം മുന്നോട്ടെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം പെട്ടെന്ന് കണ്ടപ്പോൾ അവരവിടെ ഇരുന്ന് പറയുകയുണ്ടായി. എന്താ പറഞ്ഞെന്നറിയോ? നന്ദിയുടെ പുറത്തിരിക്കുന്ന ദേവി പാർവതിയെ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അല്ലയോ, നീയാണോ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിനക്ക് ലജ്ജയില്ലേ? നീ ചെയ്യുന്നത് ശരിയാണോ? ധാർമ്മികമായി ഒരു പതിവ്രതയായിരിക്കുന്ന ഒരു സ്ത്രീക്കും അനുയോജ്യമാവാത്തൊരു കാര്യമാണിത്. അതുകൊണ്ട് ദേവി, നീ നിൻ്റെ ഭർത്താവിനെ കയറ്റി മുകളിലിരുത്തിയിട്ട് നീ നടക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ദേവി പാർവതിക്ക് സങ്കടമായി. ദേവി പാർവതി ശ്രീ പരമേശ്വരനെ നിർബന്ധിച്ചു നന്ദിയുടെ പുറത്തിരുത്തി. ശേഷം ദേവി പാർവതി മുന്നിൽ നടന്നു. നന്ദിയുടെ പുറത്ത് ഭഗവാനും വന്നു. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ വീണ്ടും കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. ആ മാർഗമധ്യേ കണ്ട മനുഷ്യർ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ കണ്ടുകൊണ്ട് പറഞ്ഞു, നീയാണോ ഒരു ഭർത്താവ്? നിനക്കെന്ത് മര്യാദയാണുള്ളത്? നീ നിൻ്റെ ഭാര്യയെ നീ വഴിയിലൂടെ നടത്തിയിട്ട് നീ രാജാവിനെ പോലെ നന്ദിയുടെ പുറത്ത് കയറിയിരിക്കുന്നു. ഇതും കേട്ട് ഭഗവാനെക്കുറിച്ച് പറയുന്നത് കേട്ടു ദേവി പാർവതിക്ക് എന്തെന്നില്ലാത്ത വിധത്തിൽ സങ്കടം. ദേവി പാർവതിയുടെ ആ വിഷണ്ണമായിരിക്കുന്ന മുഖം കണ്ട് സങ്കടത്തെ മനസ്സിലാക്കി ദേവി പാർവതിയെ വീണ്ടും നന്ദിയുടെ പുറത്തിരുത്തി. അപ്പോഴാണ് ശ്രീ പരമേശ്വരൻ പറഞ്ഞത്, എന്തായാലും ഞാൻ നടന്നപ്പോഴും വിവാദമുണ്ടായി, നീ നടന്നപ്പോഴും വിവാദമുണ്ടായി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നീ ഒരുമിച്ച് നന്ദിയുടെ പുറത്ത് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും നടന്നു. വീണ്ടും നന്ദിയുടെ പുറത്ത് യാത്ര മുമ്പോട്ട് പോകുന്ന വഴി വീണ്ടും ഒരു ആൾക്കൂട്ടം കണ്ടു. ആൾക്കൂട്ടത്തിൽ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രണ്ടും എന്ത് മനുഷ്യരാണ് നിങ്ങൾ? ഒരു പാവം മിണ്ടാ പ്രാണിയുടെ മുതുകത്ത് കയറി രണ്ടുപേരൂടെ കയറിയിരുന്ന് പോവുകയാണോ? എന്താ ലോകം അധപ്പതിച്ചു, ധർമ്മം ഇല്ലാണ്ടെയായി എന്നുള്ള രീതിയിലൊക്കെ ഉള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ കേട്ടു. വേഷം മാറി വന്നതായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർക്ക് ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലായി. അപ്പോൾ ഈ ഒരു കഥയിലൂടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ആദർശങ്ങളെയും ഒന്നും തന്നെ ഒരിക്കലും ആർക്കും കൊണ്ട് അടിയറവ് വയ്ക്കരുത്. അങ്ങനെ അടിയറവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം മുന്നോട്ട് നന്നായി ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു കാരണവശാലും നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ല. നമ്മളെല്ലാം വിമർശിക്കും സമൂഹം. ആ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് എല്ലാ വിമർശനങ്ങൾക്കും അതിന് അർഹതപ്പെട്ടതായിരിക്കുന്ന സ്ഥാനം മാത്രം ജീവിതത്തിൽ കൊടുക്കുക. അല്ലാതെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ച് ജീവിക്കാതെ ഇരിക്കുക. സന്തോഷമായിട്ട് ജീവിക്കുക. ജീവിതം വളരെ സൗന്ദര്യമുള്ളതാണ്, ഓരോ നിമിഷവും വിലയേറിയതാണ്, അത് മറക്കരുത്. അപ്പോൾ ഈ കഥയിലൂടെ ശിവനും പാർവതിയും ലോകത്തിന് പഠിപ്പിച്ചു തന്നത് ഒറ്റ കാര്യം മാത്രമാണ്, ലോകത്തുള്ള ഒരു മനുഷ്യൻ്റെയും വാ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപവാദങ്ങൾ, നമുക്കെതിരെ അസൂയാലുക്കൾ പറഞ്ഞു പരത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനെ ഒന്നും വകവെക്കാതെ സധൈര്യം മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത്. അതിനേവർക്കും പാർവതി പരമേശ്വരന്മാർ അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമുണ്ടാവട്ടെ. നമസ്തേ.